ഇത് സ്ഥിരമായിട്ട് കാണാറുള്ള ഒരു ചോദ്യമാണ്. ഇന്ന് തിങ്കളാഴ്ച ആയാൽ 46 ദിവസത്തിന് ശേഷം അല്ലെങ്കിൽ 46 ദിവസം കഴിഞ്ഞ് ഏത് ദിവസമായിരിക്കും? ഈ തന്നിരിക്കുന്ന 46-നെ നമ്മൾ 7 കൊണ്ട്, ഏത് സംഖ്യയാണോ അതിനെ 7 കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്യുന്നു. 7 ശിഷ്ടം 4. ഇവിടെ ശിഷ്ടം എത്ര വന്നതെന്നാണ് നോക്കേണ്ടത്. ഈ തിങ്കളിൻ്റെ കൂടെ, ഈ തന്നിരിക്കുന്ന തിങ്കളിൻ്റെ കൂടെ ശിഷ്ടം ഇവിടെ 4 വന്നത്. 4 ദിവസം കൊണ്ട്. ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി. നമ്മുടെ ഉത്തരം ഏതാണ്? വെള്ളി. 4 വിരലെടുക്കുക എണ്ണുക. ഇവിടെ ഇന്ന് വ്യാഴാഴ്ച ആയാൽ 200 ദിവസങ്ങൾക്ക് ശേഷം ഏത് ദിവസമായിരിക്കും? 200. ഈ 200-നെ നമ്മൾ 7 കൊണ്ട് ഹരിക്കുന്നു. ഇവിടെ ശിഷ്ടം 4 വന്നത്. 4 വന്നപ്പോൾ നമുക്ക് ഈ വ്യാഴത്തിൻ്റെ കൂടെ ഒരു 4 കൂടെ കൂട്ടിയാൽ മതി. 4 ദിവസം കൂടെ 4 പേരെടുക്കുക. വെള്ളി, ശനി, ഞായർ, തിങ്കൾ. ഇവിടെ ഉത്തരം ഏതാണ്? തിങ്കൾ. അപ്പോൾ എത്ര ദിവസത്തിന് ശേഷം, അല്ലെ ആഫ്റ്റർ 70 ഡേയ്സ് അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 7 വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് കിട്ടുന്ന റിമൈൻഡർ ശിഷ്ടം ഏതാണോ അതിനനുസരിച്ച് നമുക്ക് ആ തന്നിരിക്കുന്ന ആ ദിവസത്തിൻ്റെ കൂടെ ആ ശിഷ്ടം കൂടെ കൂട്ടിയാൽ, ശിഷ്ടം 0 വരുന്നെങ്കിൽ ഇവിടെ ശിഷ്ടം 42 ദിവസത്തിന് ശേഷമായി ചോദിച്ചാൽ ഇന്ന് തിങ്കളാഴ്ച ആയാലും 42 ദിവസത്തിന് ശേഷം 42-നെ 7 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 0 വരുന്നത് ആണെങ്കിൽ ആ സെയിം ഇത് തന്നെ ആയിരിക്കും, തിങ്കളാഴ്ച തന്നെ ആയിരിക്കും വരുന്നത്. ഇവിടെ 0 കൂട്ടും, അതായത് തിങ്കളാഴ്ച തന്നെ വരും. 40 വരെയുള്ള ഒറ്റ സംഖ്യകളുടെ ശരാശരി എത്ര? അതായത് അങ്ങനെ കാണാൻ പറഞ്ഞാൽ നമ്മൾ ഒറ്റ സംഖ്യ എഴുതുക. 1, 3, 5 എക്സെട്ര 40 വരെയുള്ളത് എന്ന് പറയുമ്പോൾ 39. അപ്പോൾ ഇതിൻ്റെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ ഫസ്റ്റ് സംഖ്യയും ലാസ്റ്റ് സംഖ്യയും കൂടെ കൂട്ടിയിട്ട് 2 കൊണ്ട് ഹരിച്ചാൽ മതി. 40 ഡിവൈഡഡ് ബൈ 2 20 ശരാശരി. ഒറ്റ സംഖ്യകളുടെ അതിൽ ഇരട്ട സംഖ്യകളുടെ ആണെങ്കിലും അങ്ങനെ തന്നെ 25 വരെയുള്ള ഇരട്ട സംഖ്യകളുടെ ശരാശരി എത്ര? ഇപ്പോൾ 25 വരെയുള്ള ഇരട്ട സംഖ്യകൾ എഴുതുക. 2, 4, 6, 8 എക്സെട്ര 24. അപ്പോൾ 25 വരെയുള്ള 24 ലാസ്റ്റ് ഇരട്ട സംഖ്യ. ഫസ്റ്റ് സംഖ്യയും ലാസ്റ്റ് സംഖ്യയും കൂടെ കൂട്ടുക, 2 കൊണ്ട് ഹരിക്കുക. ഇതാണ് 26/2, അതായത് 13 കിട്ടും. ഒറ്റ സംഖ്യകളുടെ ആയാലും ഇരട്ട സംഖ്യകളുടെ ആയാലും ശരാശരി കാണാൻ ഇങ്ങനെ എഴുതിയാൽ മതി. ആദ്യം റഫായിട്ടൊന്ന് എഴുതി നോക്കുക. 40 വരെയുള്ള ഒറ്റ സംഖ്യകളുടെ ശരാശരി 1, 3, 5 എക്സെട്ര 40 വരെയുള്ള ഒറ്റ സംഖ്യ 39. അപ്പോൾ ഫസ്റ്റും ലാസ്റ്റും കൂടെ കൂട്ടുക, ഡിവൈഡഡ് ബൈ 2, അതായത് 20 വരും ഉത്തരം. 25 വരെയുള്ള ഇരട്ട സംഖ്യകളുടെ ശരാശരി കാണാൻ പറഞ്ഞാൽ 25 വരെയുള്ള ഇരട്ട സംഖ്യ 2, 4, 6, 8 എക്സെട്ര 24. അപ്പോൾ 2ഉം ഫസ്റ്റും ലാസ്റ്റും കൂടെ കൂട്ടുക, 2 കൊണ്ട് ഹരിക്കുക. അത് ഓർത്തിരുന്നാൽ മതി. 13 കിട്ടും ഉത്തരം. 1 + 2 + എക്സെട്ര 10. ഇവിടെ 0-ൽ എൻഡ് ചെയ്യുന്ന 10 ആണെങ്കിൽ 10-ൻ്റെ മൾട്ടിപ്പിൾ വരുക. അതെല്ലാം ഇങ്ങനെ ചെയ്താൽ മതി. 10-ൻ്റെ നേരെ പകുതി എഴുതുക, അതൊരു തവണയും കൂടെ എഴുതുക. 55. 1 + 2 + എക്സെട്ര 100. അപ്പോൾ 100-ൻ്റെ നേരെ പകുതി എഴുതുക, അതൊരു തവണയും കൂടെ റിപ്പീറ്റ് എഴുതി. 5050. 1 + 2 + 3 + എക്സെട്ര 1000. 1000-ൻ്റെ പകുതി എഴുതുക, അതൊരു തവണയും കൂടെ റിപ്പീറ്റ് ചെയ്ത് എഴുതുക. 1 + 2 + 3 + എക്സെട്ര 10000. 10000-ൻ്റെ പകുതി എഴുതുക, 5000. പിന്നെ 5000 ഒരു തവണയും കൂടെ റിപ്പീറ്റ് ചെയ്ത് എഴുതുക. ഓർത്തിരിക്കുക. ആകെ എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കുക. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. 12 എണ്ണം. 12-നെ നമുക്ക് സ്പ്ലിറ്റപ്പ് ആക്കി നോക്കാം. അതായത് 6 × 2, 4 × 3. ഇത് ചെറുത് വലുത്, അങ്ങനെ വലുത് ചെറുത്, വലുത് ചെറുത്, ചെറുത്. ഇത് ഇങ്ങനെ കിട്ടിയില്ലെങ്കിൽ നമുക്ക് ചെറുത് വലുതിരിച്ച് കിട്ടും. കാരണം 2, 6. ഇവിടെ ഇപ്പോൾ 6 വീതമുള്ള 2 സെറ്റാക്കും. 6 × 2. അതായത് ഇനിയിപ്പോൾ ഇതിലുള്ളതുപോലെ ഇതിൽ പൂരിപ്പിക്കുക. ആദ്യത്തേത് B, A, മൂന്നാമത്തേത് B. ഇനി നാലാമത്തേതോ 1, 2, 3, 4. നാലാമത്തേത് A. ഇനി ലാസ്റ്റ് 2 B, B. ഇനി ഫില്ല് ചെയ്തത് മാത്രം നോക്കുക. A. ഇനി അടുത്ത ഫില്ല് ചെയ്ത് B, പിന്നെ B, പിന്നെ B, B. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. A, B, 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 B. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. അതായത് എനിക്ക് കൂടെ പറയാം.
ഇത് മൊത്തം എത്ര എണ്ണം എണ്ണി നോക്കുക. 2 3 4 5 6 7 8 9 10 11 12. മൊത്തം ഇവിടെ 12 ആണ്. 12നെ സ്പ്ലിറ്റപ്പ് ആക്കുന്നു. 6 ഗുണം 2 4 ഗുണം 3 തിരിച്ചു എഴുതാം. 2 ഗുണം 6 3 ഗുണം 4 എഴുതാം. ഇത് ഇങ്ങനെ നോക്കിയിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ അങ്ങനെ എഴുതാം. അപ്പോൾ 6 വീതമുള്ള 2 സെറ്റ് ആക്കുക. 6 ഗുണം 2 6 വീതമുള്ള 2 സെറ്റ് ആക്കുക. അപ്പോൾ ഇനി ഇതിലേതുപോലെ തന്നെ ഇവിടെ ഫില്ല് ചെയ്യുക. ഇവിടെ ആദ്യത്തെ അക്ഷരം ബി, ഇവിടെ ബി ഫില്ല് ചെയ്തു. ഇനി ഇവിടെ മൂന്നാമത്തെ അക്ഷരം ബി. ഇവിടെ നാലാമത്തെ അക്ഷരം ഇവിടെ ഇല്ല. ഇവിടെ ഉണ്ടെങ്കിൽ അത് നോക്കിയിട്ട് ഇവിടെ ഫില്ല് ചെയ്യാം. ബി എ, നാലാമത്തെ അക്ഷരം എ. ഇനി ലാസ്റ്റിലെ 2 അക്ഷരം ബി ബി. ഇനി ഈ ഫില്ല് ചെയ്ത അക്ഷരങ്ങൾ ഇവിടോട്ട് എഴുതുക. എ, അടുത്തത് ബി 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 ബി. ഇതാണ് ഉത്തരം. ഓപ്ഷൻ ബി ആണ് ഉത്തരം. അതായത് ഇത് ആകെ എത്ര എണ്ണം ഉണ്ടെന്ന് എഴുതി നോക്കുക. ആകെ എത്ര എണ്ണം ഉണ്ട്? ബി എ ബി ഡാഷ് ബി ബി ഡാഷ് എ ഡാഷ് എ ഡാഷ് ഡാഷ്. അപ്പോൾ ഇത് ആകെ എത്ര എണ്ണം ഉണ്ട്? 12 എണ്ണം ഉണ്ട്. ഈ 12നെ നമുക്ക് 6 × 2 4 × 3 എഴുതാം. വലുത് ചെറുത് അങ്ങനെ നോക്കാം. അങ്ങനെ കിട്ടിയിട്ടില്ലെങ്കിൽ തിരിച്ചെഴുതാം. 2 ഗുണം 6. ഇവിടെ അപ്പോൾ നമ്മൾ ഇത് 6 വീതമുള്ള 2 സെറ്റുകളാക്കുക. അപ്പോൾ ഇനി നമുക്കിതിലേതുപോലെ ഫില്ല് ചെയ്യാം. ഇവിടുത്തെ ബി, ഫസ്റ്റിലെ ബി ഇവിടെ എഴുതുന്നു. ബി എ, ഇത് മൂന്നാമത്തെ ബി ഇവിടെ എഴുതുന്നു. ബി എ ബി, ഇവിടെ മൂന്നാമത്തേത്, ഇവിടെ മൂന്നാമത്തേത്. ഇത് സെയിം ആക്കണം അപ്പുറം ഇപ്പുറം. ഇനി ഇവിടെ 4, ഇവിടെ നാലാമത്തേതില്ല. അപ്പോൾ ഇതിൽ നോക്കിയിട്ട് ഇവിടെ എഴുതാം എ. ഇനി ലാസ്റ്റ് 2 എണ്ണം ബി ആണ്, ബി. നമുക്ക് എന്ത് ചെയ്യണം? ഈ ഫില്ല് ചെയ്ത അക്ഷരങ്ങൾ മാത്രം എഴുതുക. അതായത് ആദ്യം എ ബി ബി ബി. ഓപ്ഷൻ ബി ആണ് ഉത്തരം. എ ബി 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 ബി. എ കഴിഞ്ഞ് 4 ബി. 150 രൂപ വിലയുള്ള, യഥാർത്ഥത്തിലുള്ള വില 150 ആണ്. അതിന് 180 രൂപയ്ക്ക് വിൽക്കുന്നു. അങ്ങനെയാണെങ്കിൽ വർധനവിൻ്റെ ശതമാനം എത്ര? എപ്പോഴും ചോദിച്ചു കാണുന്ന ക്വസ്റ്റ്യനാണ്. വർധനവിൻ്റെ ശതമാനം കാണാൻ വർധനവ് ഡിവൈഡഡ് ബൈ യഥാർത്ഥ വില ഇൻറ്റു 100. വർധനവ് ഡിവൈഡഡ് ബൈ യഥാർത്ഥ വില ഇൻറ്റു 100. എത്ര രൂപയാണ് വർദ്ധിച്ചത്? 30 രൂപയാണ് കൂടിയത്. 150 കുറയ്ക്കുക. 30 ഡിവൈഡഡ് ബൈ യഥാർത്ഥ വില എത്രയായിരുന്നു? 150 ഇൻറ്റു 100. 10 × 2, അതായത് 20% വർധനവിൻ്റെ ശതമാനം. ഇത് കുറയുക ചെയ്തെങ്കിൽ എത്ര രൂപ കുറഞ്ഞു? കുറഞ്ഞ ആ എമൗണ്ട് ഡിവൈഡഡ് ബൈ യഥാർത്ഥ വില ഗുണം 100. വർധനവിൻ്റെ ശതമാനം എത്ര രൂപയായിട്ട് വർദ്ധിച്ചു? 180. 150 തമ്മിലുള്ള ഡിഫറൻസാണ് വർധനവ്. 30 രൂപ വർധനവ് വന്നു. 30 ഡിവൈഡഡ് ബൈ യഥാർത്ഥ വില. 30 ഡിവൈഡഡ് ബൈ യഥാർത്ഥ വില എത്രയായിരുന്നു? 150 ഇൻറ്റു 100. ഇവിടെ 2 20% വരും. 20%ആണ് വർധനവ്. n എണ്ണൽ സംഖ്യകളുടെ ശരാശരി കാണാനുള്ള ഫോർമുല എന്ന് പറയുന്നത്, അത് ബൈ ഹാർട്ട് ആക്കി വെക്കുക. n+1/2 ആണ്. ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ ശരാശരി n+1/2. നമുക്കിവിടെ ആദ്യത്തെ 50 എണ്ണൽ സംഖ്യകളുടെ ശരാശരിയാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? 50 + 1/2 51/2. 50ൻ്റെ പകുതി 25, 1ൻ്റെ പകുതി 25.5 കിട്ടും. 25.5. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. അതായത് ആദ്യത്തെ n എണ്ണൽ സംഖ്യയുടെ ശരാശരി കാണാനുള്ള ഫോർമുല n+1/2. ഇവിടെ 50 എണ്ണൽ സംഖ്യയുടെ ചോദിച്ചാൽ 50 + 1/2. 51ൻ്റെ നേരെ പകുതി 25.5. 25, 51. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് നല്ലതുപോലെ മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് വളരെയേറെ ഫലപ്രദമാകും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഈ വീഡിയോ എല്ലാ കൂട്ടുകാരിലേക്കും എത്തിക്കുക. താഴെ കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക് യു.